ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 62-ാം വാക്യം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. സ്വർഗത്തിൻ്റെ പ്രവേശനത്തിൻ്റെ ഒരു മാനദണ്ഡം ഇതാണ്: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കാതിരിക്കുക. മുൻപിലേക്കുള്ള ഒരു യാത്ര ജീവിതത്തിൻ്റെ ഒരു തീരുമാനമാണ്. അത് ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയാണ്. അതിന് കാറ്റും കോളും അടിക്കുമ്പോൾ ജീവിതയാത്രയിൽ നിന്ന് പിന്മാറുന്നത് ഒരു ക്രിസ്തു ശിഷ്യന് ചേർന്നതല്ലല്ലോ. വചനം ഓർമ്മിപ്പിക്കുകയാണ്, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും. അത് പിന്തിരിഞ്ഞ് നോക്കേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ എന്തു വന്നാലും പിന്തിരിയാതെ മുൻപിലേക്ക് തന്നെ, ക്രിസ്തു ശിഷ്യൻ്റെ യാത്ര മുൻപിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചുള്ളതാവണം. ക്രിസ്തു ശിഷ്യനെ പരിചരിക്കാൻ, കാക്കാൻ കർത്താവിനറിയാം. കർത്താവിൻ്റെ പിന്നാലെയാണ് നിൻ്റെ യാത്രയെങ്കിൽ, അവൻ്റെ കാലടികൾക്ക് പിന്നാലെയാണ് നീ നടക്കുന്നതെങ്കിൽ നിന്നെ യാതൊന്നും പിടികൂടില്ല. നിൻ്റെ യാത്ര സുരക്ഷിതത്വമായിരിക്കും. പിന്നിലേക്ക് നോക്കേണ്ട ഗതികേട് ഒരു ക്രിസ്തു ശിഷ്യനുണ്ടാകില്ല എന്ന് ചുരുക്കം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.